ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു. എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ എടുക്ക്, വീഡിയോ ഉണക്ക് മോളെ. ഈ ഞാൻ പറഞ്ഞതാണ് എന്ത്, ഞാൻ പുറത്താണുള്ളത്, വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ് അത് ആൺകുട്ടിയല്ലേ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ആള് പേര് എനിക്ക് പറയണല്ലേ കാണിച്ചു കൊടുത്തു. എന്നിട്ട് എന്നിട്ടൊരു വിശ്വാസമില്ലാണ്ട് പോയിട്ട് വീട് ചെയ്ത് ഞാൻ എന്താ പറയാ ഞാൻ വെച്ചത്. നീ അപ്പുറത്ത് ഒഴിവാക്കി വിട്. നീ ആരും ഒഴിവാക്കി വിടാൻ? ഈ നായി പരമാറി പരപ്പു. ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു. എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ എടുക്ക്, വീഡിയോ ഉണക്ക് മോളെ. ഈ ഞാൻ പറഞ്ഞതാണ് എന്ത്, ഞാൻ പുറത്താണുള്ളത്, വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. ഞാൻ വേഗം ഫോൺ താഴ്ത്തി പിടിച്ചു. ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു. സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ റൂമിൽ ഇരിക്കുന്നതാണ്. അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല. ഇവരത് പിന്നെ ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓണാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ വേഗം ഫോൺ ഇങ്ങനെ മറച്ചു പിടിച്ചു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത്. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ. എനിക്ക് ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ചത് കാണേണ്ട ആവശ്യം ഒന്നും കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടങ്ങൾ വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? വൃത്തികെട്ട ജീവിയാണെന്ന്. എന്നിട്ട് നിനക്ക് നട്ടലുണ്ടാ നിനക്ക്? പിന്നെ എന്റെ പേര് പറയാൻ നിനക്ക് പേടിയാവുന്ന? ധൈര്യത്തിൽ പറ. ഒരാണല്ല നീ, ഒരു പെണ്ണുമല്ല നീ, മനസ്സിലായില്ലേ? ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ, മനസ്സിലായില്ലേ? എന്താ എന്റെ പേര് പറയാൻ പേടിയാവുന്നുണ്ടോ? അപ്പൊ പിന്നെ കുറെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടുമില്ല. ആ ഒരു സാധനം കൊണ്ട് ഇവരന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നിരുന്ന് പറഞ്ഞത് എന്താണ്, ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്റെ ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞത്. ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എൻറ്റയർ സാധനങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ റെക്കോർഡല്ല, അല്ലാണ്ട് ഓഡിയോ കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതില് ആ ഓഡിയോ റെക്കോർഡില് ഇപ്പം നിലവിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന ജാസിയുമായിട്ട് കമ്പനിയുള്ള നിങ്ങൾ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും രഹസ്യങ്ങൾ ആ വോയിസിനോട് ഭദ്രമായിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ പുറത്തുവിടും, ഉറപ്പാണ്. അപ്പൊ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ അത് ബാധിക്കും. അതെന്റെ വിഷയമല്ല. നിങ്ങളെ കമ്മ്യൂണിറ്റി ഈ നാറി ഉണ്ടോന്ന് എനിക്കറിയില്ല. ഈ നാറി പലരെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അത് ഞാൻ പുറത്തുവിടും, തീർച്ചയായിട്ടും ഞാൻ പുറത്തുവിടും. എനിക്ക് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങളെ വഴിക്ക് ഞാൻ വിട്ടതാണ്, മനസ്സിലായില്ലേ? ഇത്രയും ആൾക്കാർ ചെയ്തിട്ടും ഞാൻ എന്നാ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അവസാനിപ്പിച്ച സാധനമാണത്. നീ ഉണ്ടല്ലോ, നീ എന്താണ് പേടിക്കുന്നേ എന്റെ പേര് പറയാൻ വേണ്ടിട്ട്? ഞാൻ ധന്യാസ് രാജേഷ് എന്ന ഹെലനോക്സ് പാർട്ടിയെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്റെ വെച്ച് പിടിപ്പിച്ച സിലിക്കോൺ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് എന്തിനാരാണ് പേടിക്കുന്നേ? അതിന്റെ അപ്പുറത്തൊരു നായിന്റെ മോൻ ചിലക്കുന്നുണ്ട്. വിട്ടുകള നീ ആരാടാ? ആരാ നീ? കേട്ടാ തരത്ത് പോയിട്ട് ആരെന്ന് വിചാരിച്ചിട്ടാടാ നീ അല്ലേ കളിക്കുന്നേ? അല്ല പിന്നെ അല്ല, ഒരു 1 മില്യൺ ഉള്ള ഒരാൾക്ക് ഞാൻ തുറന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഉസിറും പുളിയില്ലാത്തവനെ. അല്ല പിന്നെ ഓന്റെ സിലിക്കോൺ കണ്ടിട്ടുണ്ട് എനിക്കിടാ ഉണ്ടാവാൻ. ഞാനിത് ഒഴിവാക്കി വിട്ടതാണ്. നിന്റെ എല്ലാം ഉണ്ടല്ലോ, ഞാൻ ശരിയാക്കി തരാം. ഞാൻ എല്ലാത്തിനും കേട്ടില്ലേ? ബാക്കി കൊടുത്തു. നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു സോഷ്യൽ മീഡിയ സർക്കസ്. ഇന്നത്തെ നമ്മുടെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ജാസിയും ഹെലനും തമ്മിലുള്ള ഒരു പൊരിഞ്ഞ അടിയാണ്. സംഭവം ജാസി പെണ്ണായോ ഇല്ലയോ എന്നതിലാണ് തർക്കം തുടങ്ങിയത്. ജാസി പറയുന്നു ഞാൻ സർജറി കഴിഞ്ഞ് സെറ്റായി എന്ന്. നമ്മുടെ ഹെലൻ വിടുമോ? ഇവിടെ എനിക്ക് വിശ്വാസമില്ല എന്ന് ഹെലനും. അപ്പോ പിന്നെ തെളിവ് കാണിക്കണ്ടേ? സാധാരണക്കാരാണെങ്കിൽ ഹോസ്പിറ്റൽ ബില്ലോ റിപ്പോർട്ടോ ഒക്കെ കാണിക്കും. പക്ഷെ നമ്മുടെ ജാസി അതൊക്കെ വിട്ടുപിടിച്ചു. നേരിട്ട് വീഡിയോ കോളിൽ വന്ന് ദാ കണ്ടോ എന്ന് പറഞ്ഞ് തെളിവ് കാണിച്ചു കൊടുത്തത്. ഹലോ ജാസി, ഇതാണോ ഈ തെളിവ് കാണിക്കൽ എന്ന് പറയുന്നത്? ഇതിപ്പോ വീട്ടിലെ പണ്ട് കറണ്ട് ബില്ല് കെട്ടിയോ എന്ന് ചോദിച്ചാൽ നമ്മൾ മീറ്റർ ബോക്സ് അഴിച്ചു കൊണ്ടുപോയി കാണിക്കുമ്പോ ഇല്ലല്ലോ, ഒരു ഹോസ്പിറ്റൽ ബില്ല് കാണിച്ചാൽ തീരുന്ന പ്രശ്നമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തത് ഇതിലും വലിയൊരു തമാശയാണ്. ജാസി പറയുകയാണ് ഞാൻ 5 മാസം ഗർഭിണിയാണെന്നും. ഇതെന്ത് മായാജാലമാണെന്ന് മാത്രം ആർക്കും പിടികിട്ടിയിട്ടില്ല. സയൻസും നിയമവും ഒക്കെ തലയിൽ മുണ്ടിട്ട് ഓടുകയാണ്. ഇനിയിപ്പോ സറോഗ്രസി ആണെങ്കിൽ പോലും അതിന് അതിൻ്റെതായിട്ടുള്ള വഴികളുമുണ്ട്. ഇത് നമ്മൾ കണ്ടില്ലേ? ലൈക്ക് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അത്രയും വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നില്ല. വേദന മുഴുവൻ അമ്മ മറക്കുകയാണ്. അതേ ഒരു അത്രത്തോളം പെയിൻ അല്ലേ ഉദ്ദേശം, പക്ഷെ അതേ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോകുന്നത്. കാരണം നമ്മുടെ ശരീരത്ത് കുറേ വലിയ മുറികൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ വേദന സഹിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആഫ്റ്റർ ഓൾ നമ്മൾ കാണുമ്പോൾ വേറൊരു ട്രാൻസ്ഫറും കൂടി ഉണ്ടായിരുന്നു. കണ്ണാടി ഇതുവരെ നോക്കാൻ പാടില്ല, താഴത്തേക്ക് നോക്കാൻ പാടില്ല എന്ന്. എന്റെ വീട്ടിലെ കണ്ണാടി വലിയ കണ്ണാടി ഫുൾ ആയിട്ട് കാണും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇതുവരെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. എനിക്ക് എന്ത് പങ്ക് കിട്ടുന്ന പറഞ്ഞേ? എന്ത് കിട്ടുന്ന? മലയാളവും മര്യാദക്ക് പറയാൻ അറിയില്ല, ഇംഗ്ലീഷും മര്യാദക്ക് പറയാൻ അറിയില്ല. ആകെ നിനക്ക് പറഞ്ഞിട്ടുള്ള പണി എന്താണെന്നറിയോ?
മറ്റേ ഫഹദ്ക്കെല്ലാം പറയുന്ന ഇതിപ്പോ നേരെ വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞാൽ അത് വിഴുങ്ങാൻ നമ്മൾ പാവം പ്രേക്ഷകർ അത്ര വിഡ്ഢികളാണോ? സത്യം പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത കണ്ടന്റ് മേക്കിംഗ് ആണ് സുഹൃത്തുക്കളെ. റീച്ചിന് വേണ്ടി എന്തും ചെയ്യാം എന്നുള്ള അവസ്ഥ. അവനിൽ നിന്ന് അവളിലേക്ക് എന്നൊക്കെ പറഞ്ഞ് വലിയ ബിൽഡപ്പ് തരും. അവസാനം നോക്കുമ്പോൾ അതൊരു ബ്രസ്റ്റ് ഇംപ്ലാന്റ് മാത്രം. ഇതിനെയാണോ ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയ എന്നൊക്കെ പറയുന്നത്? ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വട്ടം കറക്കുന്നത് കാണുമ്പോൾ ഒരു കാര്യമേ പറയാനുള്ളൂ. ജാസി ഈ ലോ സ്റ്റാൻഡേർഡ് പരിപാടി നിർത്തിയിട്ട് വല്ല ക്വാളിറ്റിയുള്ള ഐറ്റം കൊണ്ടുവരും. എന്തായാലും ഈ സ്ക്രിപ്റ്റഡ് നാടകങ്ങൾ കാണാൻ ഞങ്ങൾക്കിനി വയ്യ. എന്തായാലും ജാസിയും ഹെലനും തമ്മിലുള്ള ഈ തർക്കത്തെ കേവലം ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു പോരാട്ടമായി കാണാതെ അതിലെ ചില പ്രധാന കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ചില ഉദാഹരണങ്ങൾ നോക്കുവാണെങ്കിൽ, നമ്മൾ ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങിയാൽ അതിന്റെ ഗുണനിലവാരം അറിയാൻ നമ്മൾ ബില്ലും വാറന്റിയും ഒക്കെ നോക്കാറില്ലേ? അതുപോലെ തന്നെ വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു മെഡിക്കൽ സർജറിയെ കുറിച്ച് ഒരാൾ സംസാരിക്കുമ്പോൾ അതിന്റെ ആധികാരികത തെളിയിക്കാൻ കൃത്യമായിട്ടുള്ള രേഖകളാണ് വേണ്ടത്. ഉദാഹരണത്തിന് ഒരു വീട് പണിത് എന്ന് ലോകത്തോട് പറയാൻ അതിന്റെ പ്ലാനും പെർമിറ്റും കാണിക്കുന്നതാണ് അന്തസ്. അല്ലാതെ വീടിന്റെ അടുക്കള മാത്രം കാണിച്ചുകൊണ്ട് ഇതാ എന്റെ കൊട്ടാരം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുപോലെ തന്നെയാണ് ഗർഭധാരണത്തെ കുറിച്ചുള്ള വാർത്തകളും. അമ്മയാകുക എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും വലിയ സ്വപ്നമാണ്. പക്ഷെ ആ സ്വപ്നത്തെ കേവലം സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് ഒരു ട്രോൾ കണ്ടന്റ് ആക്കി മാറ്റുന്നത് ശരിയായിട്ടുള്ള രീതിയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എന്ന നിലയിൽ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് വലിയ ഉത്തരവാദിത്വം തന്നെയാണ് ഉള്ളത്. സത്യസന്ധത കൈവിടരുത്. വിവാദങ്ങളിലൂടെ നേടുന്ന റീച്ച് പെട്ടെന്ന് അവസാനിക്കും. എന്നാൽ സത്യസന്ധമായിട്ടുള്ള കണ്ടന്റുകളിലൂടെ നേടുന്ന ആ ഒരു വിശ്വാസം എന്നും നിലനിൽക്കും. എന്തായാലും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി നേരിടുന്ന ഇത്തരം വെല്ലുവിളികളെ കുറിച്ചും അവർ നടത്തുന്ന ഇത്തരം സർജറികളെ കുറിച്ചും കൃത്യമായിട്ടുള്ള അറിവ് നൽകാൻ ജാസിയെ പോലെയുള്ളവർക്ക് സാധിക്കും. തെറ്റിദ്ധാരണകൾ പരത്തുന്നതിന് പകരം മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടിയാകാൻ ശ്രമിക്കുക. ഒരാൾ നമ്മളെ വിമർശിച്ചാൽ അതിന് മറുപടി നൽകേണ്ടത് മാന്യമായിട്ടുള്ള രീതിയിലായിരിക്കണം. നമ്മുടെ സ്വകാര്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ സത്യം ലോകത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. ചുരുക്കത്തിൽ ആളുകളെ വിഡ്ഢികളാക്കുന്ന ഇത്തരം സ്ക്രിപ്റ്റഡ് നാടകങ്ങൾക്ക് പിന്നാലെ പോകാതെ അന്തസ്സുള്ളതും ക്രിയേറ്റീവ് ആയതുമായിട്ടുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ നമുക്ക് കഴിയട്ടെ. ഒരു വ്യക്തി എന്ന നിലയിൽ വളരാനും മറ്റുള്ളവരെ വളർത്താനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയ എന്നത് കേവലം തമാശയ്ക്കോ വിവാദങ്ങൾക്കോ വേണ്ടിയിട്ടുള്ള ഒരിടമല്ല. അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. ജാസിയും ഹെലനും തമ്മിലുള്ള ഈ വിഷയം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: സത്യം എപ്പോഴും ലളിതമാണ്. അത് തെളിയിക്കാൻ നാടകീയതയുടെ ഒരു ആവശ്യവുമില്ല. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവെച്ചും പരസ്പര ബഹുമാനം നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാം. ഒരു ട്രാൻസ് വുമൺ എന്ന നിലയിൽ ജാസിക്ക് സമൂഹത്തിന് നൽകാൻ കഴിയുന്ന വലിയൊരു മാതൃകയുണ്ട്. അത് വിവാദങ്ങളിലൂടെ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നിടത്ത് ഇത്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു സോഷ്യൽ മീഡിയ വിശേഷവുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബി പോസിറ്റീവ്, സ്റ്റേ സേഫ്.